നമസ്കാരം. മാത് വി +1 +2 ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. മാത്തമാറ്റിക്സ് പരീക്ഷ നാളെ നടക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം 2023 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഇൻവേഴ്സ് 1/2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. മാർച്ച് 2023 ചോദ്യമാണ് ഇത്. എങ്ങനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക? അതായത് സൈൻ ഇൻവേഴ്സ് എപ്പോഴാണ് 1/2 ആവുക എന്നല്ലേ നോക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ ടേബിൾ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. സപ്പോസ് ഇത് എക്സ് ആണെങ്കിൽ നമ്മൾ 1/2 എന്ന് പറയുന്നത് സൈൻ എക്സ് ആവുക എന്നുള്ള അർത്ഥം അല്ലെ. സൈൻ എക്സ് എപ്പോഴാണ് 1/2 ആവുക? എക്സ് ഏത് വാല്യൂ ആവുമ്പോഴാണ്? π/6 ആവുമ്പോൾ അല്ലെ. 30 ഡിഗ്രി ആവുമ്പോഴാണ് സൈൻ 1/2 ആവുക. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻവേഴ്സ് ഈക്വൽ ടു 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു π/6 എന്ന് എഴുതാം, വിച്ച് ബിലോങ്സ് ടു നമ്മുടെ ഇന്റർവെൽ. അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താ? -π/2 ടു π/2 അല്ലെ. അതായത് ഇതിന്റെ റേഞ്ച് ആണ് സൈൻ ഇൻവേഴ്സിന്റെ ആ വാല്യൂ. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് π/6 ആണ്, 30 ഡിഗ്രി ആണെന്ന് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യമാണ്. ഫൈൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos 2 സൈൻ ഇൻവേഴ്സ് 1/2. ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos ഓഫ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ഇപ്പൊ നമ്മൾ എഴുതിയതാ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6 അല്ലെ. അപ്പൊ ഈ π/6ലെ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 3 എന്ന് വരും. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 2 cos π/3 എന്ന് വരും അല്ലെ. ഇനി എന്താണ് cos π/3? cos 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? അതും 1/2 ആണ് അല്ലെ. ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു cos 30 ഡിഗ്രി 1/2 ആണ്. ഇനി 2ഉം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്താ? π/4 അല്ലെ. π/4 45 ഡിഗ്രി ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ക്ലിയർ അല്ലേ? 3 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 1/2. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 1/2. ശരിക്കും സൈനിന്റെ അകത്ത് 1/2 എന്ന് പറയുന്ന ആംഗിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണ് ഉണ്ടാവാറ്? π/2 π/3 π/4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആംഗിൾ ആണ് ഉണ്ടാവാറ്. ഇവിടെ 1/2 കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് 1/2 എന്ന് എഴുതാം. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ. നാലാമത്തെ ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. എപ്പോഴാണ് സൈൻ ഇൻവേഴ്സ് 1/√2 ആവുക? ആ ആംഗിൾ ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഇറ്റ് ഇസ് 45 ഡിഗ്രി അല്ലെ. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു -π/2 ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ വാല്യൂ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അതൊക്കെ 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി അങ്ങനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ വാല്യൂ എന്ന് പറഞ്ഞില്ല എങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ വാല്യൂ തന്നെ വേണം എഴുതാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് 2024 നടക്കാൻ പോകുന്ന കീം എൻട്രൻസ് എക്സാം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ എൻട്രൻസ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് മാത് വി ലേണിംഗ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏപ്രിൽ 1-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 199 രൂപയ്ക്കാണ് മാത്സിന്റെ കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത്. +1 +2 എല്ലാ സിലബസിലും വരുന്ന എൻട്രൻസിന്റെ ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആവും. PYQ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉണ്ടാവും. നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക 8943921124. ഓക്കെ, ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം നോക്കൂ. ഷോ ദാറ്റ് 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse of 31/70. അപ്പൊ LHS equal to RHS ഷോ ദാറ്റ് ക്വസ്റ്റൻ ആണ്. LHS എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 tan inverse 1/2 പ്ലസ് tan inverse 1/7 ഇങ്ങനെയുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ tan inverse A പ്ലസ് tan inverse B ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒരു 2 ഫ്രണ്ടിലുള്ളത് കൊണ്ട് അതിനെ നിങ്ങൾ ആദ്യം മോഡിഫൈ ചെയ്യുക. അതിനെ മോഡിഫൈ ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു? tan inverse 2 tan inverse x എന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു അത്? 2 tan inverse x tan inverse of 2x by tan inverse of 2x by 1 minus x square ആയിരുന്നു ആ ഫോർമുല അല്ലെ. അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് എന്ത് മാറ്റാം? ഈ 2 tan inverse x നെ മാറ്റിയിട്ട് tan inverse of എന്ന് വരും 2 into x എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ 1 minus 1/2 the whole square. ഓക്കെ, പ്ലസ് tan inverse 1/7 അവിടെ ഉണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ.
1 by 7. That is equal to, ഇവിടെ 2 കട്ട് ചെയ്ത് കളയാം, ബാലൻസ് വരിക tan inverse of 1 by 1 minus 1 by 4. അതെന്താ വരിക? 1 by 1 minus 1 by 4 3 by 4 വരും. താഴെ 3 by 4 നമ്മൾ താഴെയാണുള്ളത്, അത് മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ 4ഉം താഴെ 3ഉം വരും. Therefore this becomes tan inverse of 4 by 3 plus tan inverse of 1 by 7. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക? tan inverse of x plus tan inverse of y ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു അത്? tan inverse of x plus y by 1 minus xy എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യും അല്ലെ? അത് അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കി നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു tan inverse of 4 by 3 plus 3 ആണ് 1 by 7 divided by 1 minus 4 by 3 into 1 by 7. Okay, that is simplify ചെയ്യാം. tan inverse of 28 plus 3 divided by 21 അല്ലെ? all divided by 21 minus 4 by 21. ശരിയല്ലേ? 21 കട്ട് ചെയ്ത് കളയാം. tan inverse of 28 plus 3 എന്ന് പറയുമ്പോൾ 31 divided by 21 minus 4 is 17. ഇതാണ് നമ്മുടെ RHS. ശരിയല്ലേ? അപ്പൊ LHS equal to RHS നമുക്ക് കിട്ടി. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ചോദ്യം നോക്കാം. Question number 6. Find the value of cos inverse of minus 1 by 2 plus 2 sin inverse of 1 by 2. ഡയറക്റ്റ് ആയിട്ട് എഴുതാം. cos inverse of minus 1 by 2 plus 2 into sin inverse of 1 by 2. ഇനി ഇവിടെ cos inverse of 1 by 2 ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cos inverse of minus x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് pi minus cos inverse x ആണ് അല്ലെ? ഈ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നോക്കിക്കേ. ദിസ് ഇസ് ഈക്വൽ ടു pi minus cos inverse of 1 by 2 plus 2 into sin inverse of 1 by 2. That is equal to pi minus cos inverse of 1 by 2. cos inverse എപ്പോഴാ cos inverse 1 by 2 ആവുന്നത്? അല്ലെങ്കിൽ cos എപ്പോഴാ 1 by 2 ആവുന്നത്? pi by 3 ലാണ് അല്ലെ? 30 degree plus 2 times sin എപ്പോഴാ 1 by 2 ആവുന്നത്? pi by 6 ലാണ്. Therefore this is equal to pi minus pi by 3 plus 2 pi by 6 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 3 എന്ന് വരും അല്ലെ? It is again pi by 3. അപ്പൊ minus pi by 3 plus pi by 3 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഫൈനൽ ആൻസർ വിൽ ബി pi. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അല്ലെ? അടുത്ത് നോക്കാം. ഏഴാമത്തെ ചോദ്യം. ഇത് ഡയറക്റ്റ് ഫോർമുലയാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. if x into y product xy is less than 1, tan inverse x plus tan inverse y is tan inverse of x plus y by 1 minus xy അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 1 മാർക്കിന്റെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം നോക്കൂ. again prove that question. LHS equal to RHS എന്ന് പ്രൂവ് ചെയ്യണം. LHS എഴുതുക. tan inverse of 2 by 11 plus tan inverse of 7 by 24. That is equal to tan inverse of 2 by 11 plus 7 by 24 divided by 1 minus 2 by 11 into 7 by 24. ശരിയല്ലേ? That is equal to tan inverse of 24 into 2 48 plus 77 divided by 11 into 24 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് 264 എന്നാണ് കിട്ടുക അല്ലെ? 264 അത് കട്ട് ചെയ്ത് കളയാൻ എഴുതണ്ടാക്കുക, താഴെ ഉണ്ടല്ലോ അത്. അപ്പൊ ഇവിടെ 11 into 24 നമുക്ക് ക്രോസ് ചെയ്യണം. 264 ആണ്. 264 minus 14 അല്ലെ? That is, this is equal to എന്ത് വരും? tan inverse of 125 by 250 എന്ന് വരും. That is again tan inverse of 1 by 2 എന്ന് എഴുതാം അല്ലെ? tan inverse of 1 by 2. That is our RHS. 3 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 8. 9ാമത്തെ ചോദ്യം നോക്കൂ. Question number 9. Solve tan inverse 2x plus tan inverse 3x equal to pi by 4. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് tan inverse a plus tan inverse b ഉപയോഗിക്കാം. tan inverse of 2x plus 3x divided by 1 minus 2x into 3x എന്ന് എഴുതാം. That is equal to pi by 4. ഈ tan inverse ഇങ്ങോട്ട് കൊണ്ടുവരിക. 5x by 1 minus 6x square is equal to tan pi by 4 എന്ന് വരും. tan pi by 4 is 1 അല്ലെ? അപ്പോൾ 5x by 1 minus 6x square equal to 1 ആയിട്ടാ. 5x equal to 1 minus 6x square എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 6x square plus 5x
minus 1 equal to 0 എന്ന് വരും. X കണ്ടുപിടിക്കുക minus 5 plus or minus root of 25 minus 4 into 6 into minus 1 divided by 6 into 2. ശരിയല്ലേ? That is equal to minus 5 plus or minus root of 25 plus 24, it is 49 divided by 12. That is equal to minus 5 plus or minus 7 divided by 12. That is minus 12 by 12 plus minus plus 2 by 12. എന്ത് വരും? minus 1 and 1 by 2. X ന്റെ രണ്ട് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. minus 1 and 1 by 2. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് 10ാമത്തെ ചോദ്യം നോക്കൂ. Question number 10. Find the principal value of sin inverse of minus 1 by 2. That is equal to എന്ത് എഴുതാം നമുക്ക്? sin inverse of minus x എന്ന് പറഞ്ഞാൽ ഫോർമുല ഉണ്ടായിരുന്നു. That is equal to minus sin inverse x ആണ് അല്ലേ? മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ മതി. Therefore this is equal to minus sin inverse of 1 by 2. Then sin എപ്പോഴാണ് 1 by 2 ആവുന്നത്? pi by 6 അല്ലേ? And this belongs to minus pi by 2, pi by 2. Okay, clear അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ആണ് minus pi by 6. ഒരു മാർക്കിന്റെ ചോദ്യം. അടുത്തത് 11ാമത്തെ ചോദ്യം നോക്കൂ. Find the principal value of cos inverse of cos 7 pi by 6. Okay. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ cos inverse കോസും കട്ട് ചെയ്ത് പോയാൽ 7 pi by 6 ആൻസർ കിട്ടും. പക്ഷെ പ്രിൻസിപ്പൽ വാല്യൂ കോസിന്റെ ഏതിനകത്താണുള്ളത്? 0 to pi നകത്താണുള്ളത് അല്ലെ? ഇവിടെ 7 pi by 6 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ ഇതൊരു 1നേക്കാളും വലിയ നമ്പർ ആയിരിക്കും 7 by 6 അല്ലെ? അപ്പൊ അത് പൈനേക്കാളും വലിയ നമ്പർ ആണ് 7 pi by 6 എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദിസ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് അല്ല 7 pi by 6. അപ്പൊ ചെറിയ മോഡിഫിക്കേഷൻസ് നിങ്ങൾ വരുത്തണം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7 pi by 6 പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഈ 7 pi by 6 സ്പ്ലിറ്റ് ചെയ്താൽ 6 pi plus pi എന്ന് എഴുതാലോ? നമുക്ക് മനസ്സിലാവാനാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഈ 6 പൈയും കൂടെ 6 പൈയും 6 കൂടെ ഡിവൈഡ് ചെയ്താൽ പൈ ആയില്ലേ? പൈ പ്ലസ് പൈ ബൈ 6 എന്ന് വരും അല്ലെ? ട്രിഗണോമെട്രി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ വരിക? തേർഡ് ക്വാഡ്രന്റ്. കോസ് അവിടെ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് പൈ ബൈ 6. ഫംഗ്ഷൻ മാറില്ല, സൈൻ മാത്രമേ മാറുള്ളൂ. പൈ കൂട്ടിയാലും കുറച്ചാലൊക്കെ അല്ലെ? നമ്മൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ മൈനസ് വന്നതുകൊണ്ട് കോസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പൈ ബൈ 6 എന്ന് എഴുതാം. നമുക്ക് കോസ് ഇൻവേഴ്സും കോസും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൈ മൈനസ് പൈ ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 pi by 6 എന്ന് വരും. ഇറ്റ് ബിലോങ്സ് ടു 0 pi. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? 5 by 6 ആണ്, അത് 1നേക്കാൾ ചെറിയ വാല്യൂ അല്ലെ? അപ്പൊ ദിസ് ഇന്റർവൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് 11ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 12 minus pi by 2 less than x less than pi by 2 sin inverse of sin x എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യം. sin inverse of sin x എന്തായിരിക്കും? കട്ട് ചെയ്ത് കളയാം സൈനും സൈൻ ഇൻവേഴ്സും. കാരണം എക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ ദിസ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ എക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലെ വാല്യൂ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല അല്ലെ? അടുത്തത് 13ാമത്തെ ചോദ്യം നോക്കൂ. 13 അതും ഒരു മാർക്കിന്റെ ചോദ്യമാണ്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 by root 2 pi by 4 അല്ലെ? ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. ഇത് എഴുതുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. അടുത്തത് 14ാമത്തെ ചോദ്യം. 14 ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് 13 pi by 6. അഗൈൻ സൈനും സൈൻ ഇൻവേഴ്സും കട്ട് ചെയ്ത് 13 pi by 6 എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഒന്നും ചോദിച്ചിട്ടില്ല എങ്കിലും കൂടെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 13 pi by 6 എന്ന് പറഞ്ഞത് 2നേക്കാളും കൂടുതൽ അല്ലെ? 2 പൈനേക്കാളും വലിയ നമ്പർ. അതുകൊണ്ട് എന്തായാലും ഇതല്ല. ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഈ 13 pi by 6 നമുക്ക് 12 pi plus pi എന്ന് എഴുതാലോ? 13 divided by 6. That is equal to sin inverse of sin of ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 pi plus pi by 6 എന്ന് വരും അല്ലെ? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സൈൻ ഓഫ് 2 pi plus തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഫസ്റ്റ് ക്വാർട്ടറിലേക്ക് റിട്ടേൺ വരും അല്ലെ? പോസിറ്റീവ് ആയിട്ട് എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ pi by 6. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് pi by 6 ആൻസർ എഴുതാം. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു മൈനസ് pi by 2 pi by 2. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. 3 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 3 മാർക്കിന്റെ ചോദ്യം റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുക, നന്നായിട്ട് പഠിക്കുക.
ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.